draw a triangle with sides 5 centimeter, 7 centimeter and 8 centimeter. Then draw a square with the same area. 5, 7, 8 ഈ ഒരു മെഷർമെൻറ്റിൽ ട്രയാങ്കിൾ ഡ്രോ ചെയ്തിട്ട് ആ ട്രയാങ്കിളിലെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് തന്നെ 5 സെൻറ്റിമീറ്ററിൽ ഫസ്റ്റ് സൈഡ് പറഞ്ഞേക്കണം 5 സെൻറ്റിമീറ്ററിലൊരു ലൈൻ. ലൈൻ എ ബി വിത്ത് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക എ ബി. ദെൻ നെക്സ്റ്റ് 7 സെൻറ്റിമീറ്റർ കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുക്കുക. 7 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൽ ആർക്ക് കട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സൈഡ് 8 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററിൽ നെക്സ്റ്റ് ആർക്ക് 8 സെൻറ്റിമീറ്റർ ബിയിൽ പോയിന്റ് ചെയ്തിട്ടാണ് ആർക്ക്. സോ ദിസ് പോയിന്റ് ഈസ് സി. Joining the points A and C. Then C and B. A triangle is formed. ABC. Triangle ABC. ഇനി ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to half into side into height അല്ലെങ്കിൽ altitude ആണ് ഇക്വേഷൻ. അപ്പോൾ ഹാഫ് ഇൻറ്റു സൈഡ് മീൻസ് എ ബി ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഞാനിപ്പോൾ വരക്കും. അതിന് സി ആർ എന്ന് ഞാൻ കൊടുക്കുകയാണ് ഓൾട്ടിറ്റ്യൂഡിന്. ഇപ്പോൾ ഞാൻ വരക്കും സി ആർ. അപ്പോൾ സി ആർ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിലിങ്ങനെ 90 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ വരക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് മെഷർമെൻറ്റിലാണ് 7-ലല്ലേ ഡ്രോ ചെയ്തത്, ആ 7 തന്നെ ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. അതുപോലെ ഇവിടെ 8 ആയിരുന്നു. ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്താലും ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് ആർക്കിൻ്റെ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തും നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് വരക്കാവുന്നതാണ്. അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ഈ എ ബി എന്ന ലൈനിലേക്കൊരു ലൈൻ വരച്ചാലും അത് ഓൾട്ടിറ്റ്യൂഡ് ആവുന്നതാണ് സിയിൽ നിന്ന് കേട്ടോ. ഫ്രം സി ടു എ ബി ദാറ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് വരക്കാം. ഓൾട്ടിറ്റ്യൂഡ് ശരിക്കും വരക്കേണ്ട മെത്തേഡ് ഇതാണ്. ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. ഓൾട്ടിറ്റ്യൂഡ് നേരത്തെ ഞാൻ ആ ഒരു നെയിം ഇവിടെ പറഞ്ഞായിരുന്നു. ആർ സി ആർ ആണ് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഇവിടെ നമ്മളൊരു ഇക്വേഷൻ്റെ ഇത് നോക്കുമ്പോഴേ എ ബി ആദ്യം എഴുതുന്നു. ഈ 1/2ഉം സി ആറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ CR/2 എന്നാവും. 1/2ഉം സി ആറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ CR/2. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഫൈനലി ഇങ്ങനെ വരും. AB ഇൻറ്റു CR/2. CR/2 എന്ന് പറഞ്ഞാൽ CRൻ്റെ ഹാഫ്. അപ്പോൾ ഇതേ ഏരിയയുള്ള സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ CRൻ്റെ ബൈസെക്ട് വരക്കണം. അതായത് CRൻ്റെ ഹാഫ് എടുക്കണം. CRൻ്റെ ഹാഫിനെ AB കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ CRൻ്റെ ബൈസെക്ട് വരക്കണം. ഇനി അടുത്തത് CRൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ടുണ്ട്. ദെൻ ഡ്രോ ആൻ ആർക്ക് ഫ്രം R. അത് ലെഫ്റ്റിലേക്കും
റൈറ്റിലേക്കും വേണം ആർക്ക് ഡ്രോ ചെയ്യാനായിട്ട്. ദെൻ പോയിന്റ് സി ആൻഡ് ഡ്രോ ആൻ ആർക്ക്. കണ്ടോ? ഇനി ഈ ആർക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്താണ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. സോറി, ഓക്കെ. ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു ന്യൂ ഒരു പോയിന്റ്, ആ പോയിന്റിന് എം എന്ന് കൊടുത്തിട്ടുണ്ട്. എം ആർ.എം, അതാണ് CR/2 RM. ഈ RM ഇപ്പോൾ ഏരിയ ഇപ്പം ഇങ്ങനെ വന്നു, AB × CR/2 എന്ന് പറയുമ്പോൾ RM. അപ്പോൾ ഫൈനലി ട്രയാങ്കിളിൻ്റെ ഏരിയ AB × RM ആണ്. ഈ RM ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, B നിന്ന് റൈറ്റിലേക്ക്. RM ൻ്റെ മെഷർമെൻറ്റ് നോക്കുക, അത് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ട, ഈ പോയിന്റിന് Q എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. Q, അതായത് RM-ഉം BQ-ഉം ഈക്വലാണ്. അതുപോലെ CM-ഉം BQ-ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇനി AB × RM-ന് പകരം നമുക്ക് BQ എന്ന് എഴുതാവുന്നതാണ്. AB × BQ ആയിരിക്കുമല്ലോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ABC എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ AB × BQ ആയിരിക്കും. ഇനി ഇതേ ഏരിയയുള്ള സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഈ AQ-ൻ്റെ ബൈസെക്ടറാണോ ഇനി വരക്കേണ്ടത്. AQ-ൻ്റെ ബൈസെക്ടർ വേണം ഇനി വരക്കാൻ. AQ-ൻ്റെ A തൊട്ട് Q വരെയുള്ള ലൈൻ്റെ AQ-ൻ്റെ ബൈസെക്ടർ വരക്കണം. അതിന് മോർ ദാൻ ഹാഫ് എടുക്കണം. AQ-ൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തു, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേ ആർക്കുകൾ. ദെൻ Q-ൽ പോയിന്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേ ആർക്കുകൾ. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്യണം. സോ AQ-ൻ്റെ ബൈസെക്ടറാണത്. ഈ പോയിന്റിലാണ് നമ്മൾ ഇനി സർക്കിൾ വരക്കാൻ പോകുന്നത്. ആ പോയിന്റിൽ O എന്ന് കൊടുക്കുക. O. ദെൻ കോമ്പസ് ഓയിൽ പോയിന്റ് ചെയ്യുക. പെൻസിൽ എയിലോ അല്ലെങ്കിൽ Q-യിലോ ആവാം, കാരണം ഈക്വൽ ആയിരിക്കുള്ളൂ. അങ്ങനെ സർക്കിൾ, സെമി സർക്കിൾ ആയാലും മതി കേട്ടോ. സെമി സർക്കിൾ ഡ്രോ ചെയ്യുക. ഇനി ഫ്രം B, എ ലൈൻ ഡ്രോൺ ഫ്രം B to the സെമി സർക്കിൾ. അതായത് ബിയിൽ നിന്ന് സെമി സർക്കിളിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യണം. ആ ലൈൻ, ആ സെമി സർക്കിളിനെ ആ ലൈൻ ജോയിൻ ചെയ്യണ സ്ഥലത്ത് ഒരു നെയിം കൊടുക്കണം. എന്നൊരു ഇല്ലാത്തൊരു നെയിം ആയിരിക്കണം. S കൊടുത്തു. ഇതാണ് ഇനി വരാൻ പോകുന്ന സ്ക്വയറിൻ്റെ സൈഡ്. ഇത് നിങ്ങൾ ഈ റിലേഷൻ മനസ്സിലാക്കുക. AB × BQ ആയിരിക്കും SB സ്ക്വയർ. റിലേഷൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ. AB × BQ = SB സ്ക്വയർ ആയിരിക്കും. AB × BQ ആണല്ല ട്രയാങ്കിളിൻ്റെ ഏരിയ. SB സ്ക്വയർ, അതായത് ഇത് സ്ക്വയറിൻ്റെ സൈഡാവും. ഇനി ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ.
ഈ മെഷർമെൻ്റ് എടുക്കുക, എസ് ബിയുടെ മെഷർമെൻ്റ് എടുക്കുക, ഇവിടെ ആർക്ക് വരക്കുക, ഇവിടെ മെഷർമെൻ്റ് എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരക്കുക, ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആർക്ക് വരക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യണം. ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കിട്ടുന്നതാണ്. സ്ക്വയർ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യണം കറക്റ്റായിട്ട്. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കണം. എസ് ബി, ഈ ക്യൂ ഇത് ഇവിടെയാണേ. എസ് ബി, ഇതിന് ടി, ഈ പോയിന്റിന് യു എന്ന് കൊടുത്തു. ഇപ്പോൾ എഴുതുക, സ്റ്റെപ്പ് എഴുതുക. therefore the required square is SBTU. SBTU is required square. Okay, thank you.